ജാതിക്കാട് കാണിക്കുമ്പോൾ അവന്മാർ രക്ഷപ്പെടും. വേടൻ ജാതിക്കാട് കാണിച്ചാണോ രക്ഷപ്പെട്ടത്? വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്തിനു വേണ്ടി നിലകൊണ്ടു, ആർക്ക് വേണ്ടി നിലകൊണ്ടു എന്നെല്ലാം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ആ വ്യക്തി അതിനുവേണ്ടി തന്നെ നിലകൊള്ളുകയും അയാളുടെ അഭിപ്രായങ്ങൾ അയാൾ അപ്പപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അവഹേളിക്കാനായിട്ട് ശ്രമിക്കുന്ന പാർട്ടിക്കാരെ പോലെ വേടൻ ഈ പറയുന്ന രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല. വേടൻ വേണ്ടുന്ന കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വ്യക്തവും സ്ഫുടവുമായിട്ട് വരച്ച് കാണിക്കാനായിട്ട് മുന്നിലേക്ക് നിന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ വേടനെയും വിനായകനെയും തമ്മിൽ കമ്പയർ ചെയ്യാനായി സാധിക്കില്ല. വേടൻ മുന്നോട്ട് വെച്ചത് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന കഷ്ടതകളും ഈ വർണ്ണ വിവേചനങ്ങളുമായിരുന്നു. നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന ജാതി, മതം, വർണ്ണം വിവേചനം എന്ന് പറയുന്ന ഒരു അതിനെയാണ് വേടൻ മാറ്റാൻ ശ്രമിച്ചത്. അല്ലാതെ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കണമെന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല വേടൻ മുന്നിലേക്ക് നിന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വേടനെ നമ്മൾ ഈ പറയുന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ പ്രതിനിധിയാക്കി കണ്ടു.